ഹലോ കൂട്ടുകാരെ, ഇന്നലെ ഞാനൊരു കൊഞ്ച് തീയലിൻ്റെ ഷോർട്സ് ഇട്ടിരുന്നു. അപ്പോൾ അത് റെസിപ്പി വേണ്ടവർ പറയാൻ പറഞ്ഞിരുന്നു. അതിൽ 1-2 പേരൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു റെസിപ്പി വേണമെന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതായ പാത്രം ഞാനിവിടെ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. മൺചട്ടി വെച്ചത് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം കടുക്, ഉലുവ എന്നിവ ഇട്ട് ചൂടാക്കി അത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഒരു 6-7 അല്ലി വെളുത്തുള്ളി അതിലേക്ക് ആഡ് ചെയ്ത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി, ചെറുതായി കൊത്തിയരിഞ്ഞ ഇഞ്ചി അതിലേക്ക് ആഡ് ചെയ്യാം. ഇഞ്ചി അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം മുളക് ഒരു 3-4 പച്ചമുളക് രണ്ടായിട്ട് കീറിയത് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില ആഡ് ചെയ്യുക. അതിനുശേഷം കൊച്ചുള്ളി, ചെറിയ ഉള്ളി എന്നൊക്കെ പറയുന്നത് ചെറുതായിട്ട് അരിഞ്ഞ് അത് അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ കൊച്ചുള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഉപ്പ് ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഉള്ളി വഴണ്ടി കിട്ടുമെന്ന് പറയുന്നേക്കാം. അപ്പോഴും നമുക്ക് അത് പിന്നെ ആവശ്യമുള്ള ഉപ്പ് പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. അതിനുശേഷം മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് യോജിപ്പിച്ച് അതിലേക്ക് നമുക്ക് ശകലം വെള്ളം, വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കൊഞ്ച് അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതുമായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ആ അരപ്പുമായിട്ട് നമുക്ക് കൊഞ്ച് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഈ കൊഞ്ചിന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ശകലം വെള്ളം കൂടെ ആഡ് ചെയ്ത് തരാം. അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ഒരു കുടംപുളി ഇവിടെ ഒരു പീസ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെന്ത് തിളച്ച് വരുന്നതിനേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. നമ്മുടെ കൊഞ്ച് തീയൽ തയ്യാറായിട്ടുണ്ട്.